സാർ ഞാൻ ഒരു 5 മിനിറ്റ്സിൽ അവിടെ എത്തും. സാറേ ഷൂ പുറത്തിട്ട് അകത്ത് കയറും കേട്ടോ. ഷൂ അലൗഡല്ല, അതുകൊണ്ടാ. അന്താട് പള്ളി അമ്പലം മറ്റാണോ ഷൂട്ട് കയറാതിരിക്കാൻ? സാർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അത് ഇവിടുത്തെ റൂളാണ്. എന്ത് റൂള്? ഞാനും കുറേ റൂളൊക്കെ കണ്ടതാ, നാ മാറി. സാർ ദേഷ്യപ്പെട്ടൊന്നും കാര്യമില്ല, ഇതെൻ്റെ ജോലിയാണ്. ഷൂ പുറത്തിട്ടിട്ട് അകത്ത് കയറിയാൽ മതി, അത്ര തന്നെ. പണ്ടറടങ്ങാൻ നേരമില്ലാത്ത നേരത്ത് എന്ത് സ്വഭാവമാണ് ഇവൻ്റെ ഒക്കെ? ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രാന്തുണ്ടോ ഇവൻ്റെ ഒക്കെ ഈ ഷൂ ക്ലീൻ ആക്കി കണ്ട് ഇങ്ങനെ ഇരിക്കാൻ? ആ സാറിന് ഈ ഷൂ ആരാ ക്ലീൻ ചെയ്തത്? അത് ഞാനാ സാറേ, ഷൂലാകെ അഴുക്കായിരുന്നു, അതാ. എടാ ഞാൻ തന്നോട് അത്രയും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, താൻ എന്തിനാ എൻ്റെ ഷൂ ക്ലീൻ ആക്കിയത്? സാറിൻ്റെ ഷൂലാകെ അഴുക്കായിരുന്നു. ഈ ഷൂട്ടിട്ടല്ലേ വേറുള്ള ഓഫീസിലൊക്കെ പോകേണ്ടത്. പിന്നെ സാറ് ദേഷ്യപ്പെട്ടത് അതൊക്കെ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ, അതൊന്നും കുഴപ്പമില്ല. സോറി കേട്ടോ, ഞാൻ വരുമ്പേ കുറച്ച് സ്ട്രെസ്സിലായിരുന്നു, അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്. നമുക്കൊരു ചായ കുടിച്ചാലും? അയ്യോ സാറേ വേണ്ട, ഡ്യൂട്ടി കഴിയാൻ അരമണിക്കൂറും കൂടി ഉണ്ട്. ഡ്യൂട്ടി കഴിയാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല, അതുകൊണ്ടാ. നിങ്ങൾ പോയിക്കോ. നിങ്ങൾ നേരത്തെ ആ സെക്യൂരിറ്റിക്കാരനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നില്ലേ ഓഫീസിൽ? അപ്പുറത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയി. പക്ഷെ ആളൊരു പാവണ്ടാ, ഭയങ്കര ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ഒരു മനുഷ്യനാണ്. ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. മതേട്ടാ, ഓഫീസ് ഞാൻ അടച്ചുക്കോണം കേട്ടോ. എന്താ ചാതി സുരേഷേട്ടാ, ഒരു ചായ കടി എന്തായാലും എടുത്തോളി. അല്ല സാറ് പോയില്ലേ? ഇല്ല, ഞാൻ പോയില്ല. ഈ ചെറിയ സമയം കൊണ്ട് എന്തൊക്കെയാ താൻ എന്നെ പഠിപ്പിച്ചത്? സാറേ, നമ്മൾ ചെയ്യണ ജോലി ഉണ്ടല്ലോ, അത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാലേ ഒരാൾ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. കൊള്ളാലോ, ഇന്നത്തെ ചായ എൻ്റെ കേട്ടോ. ആയിക്കോട്ടെ.